ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പ്രതിമ നമ്മുടെ രാജ്യത്താണ് സ്ഥിതി ചെയ്യുന്നത്. അയൺ മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന സർദാർ വല്ലഭായ് പട്ടേലിന്റെ സ്റ്റാച്യു ഓഫ് യൂണിറ്റി. ഈ ഒരു പ്രതിമ യാഥാർത്ഥ്യമായതിൽ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പങ്ക് ചെറുതല്ല. കാരണം സർദാർ വല്ലഭായ് പട്ടേലിന്റെ ഒരു വലിയ ആഗ്രഹമായിരുന്നു നർമ്മദാ നദിയിൽ ഒരു ഡാം നിർമ്മിക്കുക എന്നുള്ളത്. അദ്ദേഹത്തിന്റെ മരണശേഷം 10 വർഷത്തിനിപ്പുറമാണ് ആ ഒരു ഡാമിന് തറക്കല്ലിട്ടത്. അദ്ദേഹത്തിന്റെ സ്മരണാർത്ഥം ഈ ഒരു ഡാമിന് സർദാർ സരോവർ എന്ന് പേരിടുകയും ചെയ്തു. 2013 ശ്രീ നരേന്ദ്രമോദി ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്ന സമയത്താണ് ഈ ഒരു ഡാമിന് അഭിമുഖമായിട്ട് സർദാർ വല്ലഭായ് പട്ടേലിന്റെ ഒരു പ്രതിമ നിർമ്മിക്കണം എന്നുള്ളൊരു ആശയം അദ്ദേഹം നിർദ്ദേശിച്ചത്. ഇതിന് പിന്നിൽ മറ്റൊരു ലക്ഷ്യം കൂടി ഉണ്ടായിരുന്നു. ഗോത്രവർഗ്ഗക്കാർ കൂടുതലുള്ള നർമ്മദ ജില്ലയെ മുൻപന്തിയിലേക്ക് കൊണ്ടുവരിക. ഇന്നിപ്പോൾ നോക്കുന്ന സമയത്ത് ഈ ഒരു ലക്ഷ്യം പ്രാബല്യത്തിലായി എന്ന് തന്നെ വേണം പറയാനായിട്ട്. കാര്യം ഇന്ന് നമ്മുടെ രാജ്യത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടൂറിസ്റ്റ് കേന്ദ്രമായി ഈ ഒരു പ്രതിമ മാറിക്കഴിഞ്ഞു. 182 മീറ്ററാണ് ഈ ഒരു പ്രതിമയുടെ ഉയരം വരുന്നത്. സ്റ്റാച്യു ഓഫ് ലിബർട്ടിയെക്കാളും 2 ഇരട്ടി പൊക്കം വരുന്നുണ്ട്. കോൺക്രീറ്റ് സ്റ്റീൽ കൊണ്ടാണ് പ്രതിമ നിർമ്മിച്ചിരിക്കുന്നത്. അതിന് പുറത്തുകൂടി വെങ്കലപ്പാളികൾ ചുറ്റിയാണ് പ്രതിമ പൂർണ്ണതയിലേക്ക് എത്തിച്ചിരിക്കുന്നത്. 180 km/h കാറ്റിനെയും ഭൂകമ്പത്തെയൊക്കെ ചെറുക്കാവുന്ന രീതിയിലാണ് സ്റ്റാച്യു ഓഫ് ലിബർട്ടിയുടെ നിർമ്മാണം. L&T കൺസ്ട്രക്ഷനാണ് ഈ ഒരു പ്രതിമ നിർമ്മിച്ചത്. വെറും 5 വർഷത്തിനുള്ളിൽ തന്നെ ഈ ഒരു പ്രതിമ നിർമ്മിച്ചു എന്നുള്ളതും ഒരു അത്ഭുതം തന്നെയാണ്. 7 കിലോമീറ്റർ വരെ ദൂരത്ത് നിന്ന് നമുക്ക് ഈ ഒരു പ്രതിമ കാണാനായിട്ട് സാധിക്കും. പുറത്തു നിന്ന് കാണുമ്പോഴുള്ള അത്ഭുതം മാത്രമല്ല, പ്രതിമയ്ക്കുള്ളിലേക്കും നമുക്ക് പ്രവേശിക്കാനായിട്ട് സാധിക്കും. 153 മീറ്റർ ഹൈറ്റിൽ ഒരു വ്യൂയിങ് ഗാലറി ഇതിനുള്ളിൽ സജ്ജീകരിച്ചിട്ടുണ്ട്. പട്ടേലിന്റെ ചെസ്റ്റ് ഭാഗത്തായിട്ടാണ് ഇത് വരുന്നത്. അത്രയും ഉയരത്തിൽ നിന്നുകൊണ്ട് നർമ്മദാ നദിയുടെ ഭംഗി ഈ പ്രതിമയ്ക്കുള്ളിൽ നിന്ന് നമുക്ക് ആസ്വദിക്കാനായിട്ട് സാധിക്കും. 2018 മുതൽ ഇത് ഓപ്പൺ ചെയ്തത് മുതൽ ഇന്ന് വരെ ഒരുപാട് വിമർശനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്ന ഒരു പ്രതിമയാണിത്. പക്ഷേ ഒരു തവണ നമ്മൾ അവിടെ പോയി വിസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഇതൊരു എഞ്ചിനീയറിംഗ് മാർവൽ തന്നെയാണ്.